ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ മോനേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഞങ്ങളെ തറവാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചെന്നാൽ അമ്മയെ കുറിച്ചിട്ടൊരു വീഡിയോ എടുക്കുക, അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുക, അല്ല അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തറവാട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അമ്മയ്ക്ക് 7 മക്കളാണ് കേട്ടോ. അമ്മയ്ക്ക് 76 വയസ്സായി. അപ്പോൾ 2 ആമക്കളോടെ തറവാട്ടിലുണ്ട്. അവരെ ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അവിടെ ഇല്ല, കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം. മറ്റേ അവർ എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ശരി എന്നാൽ അമ്മയുടെ കൂടെ തൊടിയിലൊക്കെ ഒന്ന് പോയിട്ട് അമ്മ എന്താ പറയുക, അമ്മ ഒരു 5 മണി ഒക്കെ ആകുമ്പോൾ അമ്മ എണീറ്റ് കഴിഞ്ഞാൽ അമ്മ അടിച്ചൊരി തുടയ്ക്കും. അതൊക്കെ വേറെ ആരും ചെയ്യാത്തതുകൊണ്ടല്ല, അമ്മയ്ക്ക് അതൊക്കെ വേഗം ചെയ്യണം. അതിനാണ് അമ്മ വേഗം നേരത്തെ എണീക്കണത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് അമ്മ എല്ലാ ദിവസവും കൃഷ്ണന് പൂ വയ്ക്കും. വീട്ടിലുള്ള നമ്പ്യാർ വട്ടത്തിന് തുളസിയൊക്കെ പൊട്ടിച്ചിട്ട് അമ്മ ഭഗവാന്റെ വിഗ്രഹത്തിന് മുകളിലൊക്കെ നിറയെ വെക്കും. എന്നിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ചായ കുടിച്ച് പിന്നെ ഒരു 9:30 അമ്മ തൊടിയേക്ക് ഇറങ്ങും. തൊടിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മ പിന്നെ ഒരു 9:30 ഇറങ്ങിയ പിന്നെ ഒരു 12 മണിക്ക് ശേഷം അമ്മേനെ നോക്കിയാൽ മതിയല്ലോ. 12 മണി 12:30 ആവും. അതുവരെ അമ്മ അവിടെ അടിച്ചോരിട്ടു. ഇപ്പോൾ മഴക്കാലമായ കാരണമാണ് അമ്മയ്ക്ക് അങ്ങനെ അധികം ഇറങ്ങാൻ പറ്റാറില്ല, മഴ കാരണം. കണ്ടത് ഇന്നിപ്പോൾ അമ്മ ഇഞ്ചി പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ്. അമ്മ ആയുർവേദ മരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരും. അപ്പോൾ ഒരു ഗുളികണ്ട് ഇഞ്ചി നീരിൽ കഴിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഇഞ്ചി പറിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇറങ്ങിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഇക്കും കുറച്ച് ഇഞ്ചി അമ്മ പറിച്ചു തന്നു. അതുപോലെ കുറച്ച് ഇഞ്ചി തൈയൊക്കെ പറിച്ചു തന്നു അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ചോളാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ എന്താ പറയുക, ഈ മഴ ഇല്ലാത്ത ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ല വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഞങ്ങളെ തൊടിയിലൊരു പുല്ല് പോലും കാണില്ല. ഞങ്ങളെ തറവാട്ടിൽ നിന്ന് തൊടിയിലേക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല എന്താ പറയുക, കുത്തനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ഇറങ്ങുമ്പോഴത്തേനും ശ്വാസം മുട്ടും. അപ്പോൾ അമ്മ എല്ലാ ദിവസവും അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ആകെ അടിച്ചോരി വൃത്തിയാക്കി എന്താണെന്ന് പറയുക, നല്ല ക്ലീനായിരിക്കും. അപ്പോൾ പിന്നെ അമ്മ എന്താ പറയുക, അപ്പോൾ അമ്മ കുറേ ഇഞ്ചിയൊക്കെ പറിച്ചിട്ട് ഞങ്ങളെ തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് തോടാണ്. ആ തോട്ടിലേക്ക് ദിവസം അമ്മ തോടിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കും. അവിടെ പുല്ല് പറിച്ചിട്ട്. ഇപ്പോൾ മഴ കാരണം അമ്മക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാറില്ല. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ തോട്ടിലേക്ക് ഇറങ്ങി കയറുക. ആ തോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കയറുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ അമ്മോട് ഇങ്ങനെ പറയും, അമ്മ എന്തിനാണ് എല്ലാ ദിവസമൊക്കെ അവിടെ പോയിട്ട് അടിച്ചു വരണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഏത് നേരം എന്തിനാ അങ്ങനെ പണിയെടുത്ത് നടക്കണത്, വയസ്സായതല്ലേ, എവിടെയെങ്കിലും വീഴുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ. എന്നാലും ഞങ്ങൾ വീണാലും അമ്മ വീഴൊന്നുമില്ല. അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്, ഞങ്ങൾക്കാണ് ചവിട്ടൊന്നും ഉറക്കാത്തത്. ഇതിപ്പോൾ തോട്ടിക്കല വഴിയാണ്, ഞങ്ങൾ തറവാട്ടിൽ നിന്ന് തോട്ടിക്കല വഴിയാണ്. ഞങ്ങളൊക്കെ അവിടെ വന്നിട്ട് തന്നെയാണ് തറവാട്ടിലാവണ സമയത്ത്. ഇപ്പോൾ തറവാട്ടിലല്ല കേട്ടോ. അപ്പോൾ ഒരു 8 കൊല്ലത്തോളം ഞാനൊക്കെ തറവാട്ടിലുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ അമ്മ ഉണ്ണിയാർച്ചൊക്കെ തന്നെയായിരുന്നു. പിന്നെ ആ തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ വഴി ഇതൊക്കെ ദിവസം പറഞ്ഞ പോലെ അമ്മ ദിവസം ഇറങ്ങിയിട്ട് അവിടെയൊക്കെ അടിച്ചു ഒരു വൃത്തിയാക്കും. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ. ഞങ്ങൾ തറവാടിൻ്റെ ബാക്കിൽ ഇങ്ങോട്ട് കാണാൻ നല്ല തോടും പാടൊക്കെ ആയിട്ട്. ഞാൻ പിന്നെ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും തോടും പാടൊന്നും കാണാൻ ഒരു വിഷമം ഉണ്ടാവാറില്ല. അതൊക്കെ പിന്നെ 4 പുറം ഉണ്ടാവും. അങ്ങനെ അമ്മ ഇഞ്ചി കഴുകാൻ വേണ്ടിയിട്ട് തോട്ടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അമ്മ അവിടുന്ന് ഇഞ്ചിയൊക്കെ വൃത്തിയിൽ കഴുകി എടുത്ത്. അപ്പോൾ ഞാൻ അമ്മയുടെ വീഡിയോ എടുക്കാം. അമ്മ ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അമ്മ കുഴപ്പമൊന്നുമില്ല യൂട്യൂബിൽ വീഡിയോ ഇടണമുണ്ടെന്ന്. അങ്ങനെ അമ്മ ഇഞ്ചിയൊക്കെ അത് കഴുകിയിട്ട് വരുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് ഇല വേണമെങ്കിൽ വാങ്ങി പിടിക്കാം. പക്ഷേ അമ്മ പറഞ്ഞു ഞാൻ പിടിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊണ്ടിരിക്കണം. അമ്മ ഞാൻ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാനത് വാങ്ങി പിടിക്കാത്തത്. അങ്ങനെ ഞങ്ങൾ മോളിക്ക് വന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് തറവാട്ടിൽ നിന്ന് തോട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. ഇതൊരു കയറ്റം തന്നെ കേട്ടോ. വീട് കിടക്കുന്നത് മുകളിലാണ്. അമ്മ ദിവസവും മഴ ആയതുകൊണ്ടാണ് എല്ലാ ദിവസവും അമ്മ ഈ തൊടി മുഴുവൻ അടിച്ച് വൃത്തിയാക്കുന്നത്. മഴ കാരണം അമ്മയ്ക്ക് വഴുക്കലക്കാരൻ ഇറങ്ങാത്തതുകൊണ്ടാണ്. ഈ തൊടി മൊത്തം അമ്മ ദിവസം. ഇന്നലെ അമ്മ അടിച്ചു വരിക 12:30 കഴിഞ്ഞു. അത്രേ അടിച്ചു വരിയിട്ട് ഇങ്ങോട്ട് കയറിയപ്പോൾ കയ്യും കാലൊക്കെ കയറിയപ്പോൾ 12 അമ്മ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തറവാട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.